എമ്പുരാന് മുൻപുള്ള ചെറിയൊരു തിരിഞ്ഞു നോട്ടം. ലൂസിഫർ സിനിമയിലെ ഒട്ടുമിക്ക വിവരങ്ങളും ഇല്ലുമിനാറ്റി എന്ന സീക്രട്ട് സൊസൈറ്റിയെക്കുറിച്ചുള്ള സമഗ്രമായ കാഴ്ചപ്പാടുകളും കോൺസ്പിരസി തിയറികളും എല്ലാം അങ്ങിങ്ങായി പലയിടത്തും ഈ കഴിഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ നിറഞ്ഞു കഴിഞ്ഞു. ഞാനിവിടെ പറയാൻ പോകുന്നത് ഇതുവരെ ഒരിടത്തും ഞാൻ കേട്ടിട്ടില്ലാത്ത, എന്നാൽ ലൂസിഫറിൽ നിന്ന് എമ്പുരാനിലേക്ക് എത്തുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇല്ലുമിനാറ്റി എന്നതൊരു കോൺസ്പിരസി തിയറിയുടെ ഭാഗമായി വന്ന ആശയമായതുകൊണ്ടും തുടർന്ന് പറയുവാൻ പോകുന്നത് അങ്ങനെ തന്നെയാണെന്നും വിശ്വസിക്കണം എന്നും പറഞ്ഞുകൊണ്ട് വീഡിയോയിലേക്ക്. 45 കോടി രൂപയുടെ സിംഗിൾ ട്രാൻസാക്ഷൻ, അതും ഒരു സ്വിസ് പ്രൈവറ്റ് ബാങ്കിൽ നിന്ന്, ലംബാർഡ് ഓഡിയർ. ശേഷം ഒരു ഡയലോഗ്, ഈ ഡീൽ NPTVയുടെ സിഇഒയും ചീഫ് എഡിറ്ററും ഞാനുമായി ഉണ്ടാക്കിയതാണെന്ന്. ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ. സാധാരണ കേൾക്കുമ്പോൾ തിയേറ്ററിൽ കൈയടിക്കാൻ പാകത്തിനുള്ള ഒരു മാസ് ഡയലോഗും സീനുമാണത്. എന്നാൽ ഇതിന് പിന്നിലെ ലൂസിഫേറിയൻ ഹിസ്റ്ററി ഒന്ന് നോക്കിയാൽ അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്. 2 കാര്യങ്ങൾ. എന്തുകൊണ്ട് ലംബാർഡ് ഓഡിയർ? എന്താണ് ഡീൽ വിത്ത് ദ ഡെവിൾ? 45 കോടി രൂപ ഒരൊറ്റ ട്രാൻസാക്ഷൻ നടത്താൻ കെൽപ്പുള്ള ബാങ്കുകൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. പിന്നെ എന്തിനാണ് ലംബാർഡ് ഓഡിയർ എന്ന സ്വിറ്റ്സർലൻഡിലെ ഒരു പ്രൈവറ്റ് ബാങ്ക്? കുറച്ചൊന്ന് പുറകിലേക്ക് കൺസിഡർ ചെയ്താൽ ലോകത്ത് അങ്ങിങ്ങായി നടന്നു വന്നിട്ടുള്ള യുദ്ധങ്ങൾ നോക്കിയാൽ കഴിഞ്ഞ 200 വർഷങ്ങളിൽ ഒരിക്കൽ പോലും യുദ്ധം നടക്കാത്ത, എന്നാൽ മറ്റ് യുദ്ധങ്ങളിൽ പോലും നിഷ്പക്ഷ നിലപാടെടുത്ത് ന്യൂട്രലായി നിന്ന ഒരേയൊരു സാമ്പത്തികമായി ശക്തമായ രാജ്യം അത് സ്വിറ്റ്സർലൻഡാണ്. അതും 2 ലോക മഹായുദ്ധങ്ങളിൽ പോലും ലോകത്തെ വലിയൊരു സാമ്പത്തിക ശക്തി ആയിട്ട് കൂടി സ്വിറ്റ്സർലൻഡ് പങ്കെടുത്തില്ല. കാരണം ഈ പറഞ്ഞത് തന്നെയാണ്. കഴിഞ്ഞ 200 വർഷമായി ലോകത്തിലെ ക്രോസ് ബോർഡർ അസറ്റ്സ്, അതായത് സ്വന്തം രാജ്യത്തേക്കാൾ ഉപരി മറ്റ് രാജ്യങ്ങളുടെ സ്വത്ത് മാനേജ് ചെയ്യുന്നതിൽ സ്വിസ് ബാങ്ക്സിനേക്കാൾ മുൻപന്തിയിൽ ആരുമില്ല. എന്തുകൊണ്ട്? കോൺസ്പിരസി തിയറികൾ പറയുന്നത് ലോകം കണ്ട ഒട്ടുമിക്ക യുദ്ധങ്ങളും ഫണ്ട് ചെയ്തിരുന്നത് സ്വിസ് ബാങ്കുകൾ വഴിയായിരുന്നു. അപ്പോൾ സ്വിറ്റ്സർലൻഡിൽ യുദ്ധം നടന്നാൽ ഈ ഫണ്ടിങ്ങിനെ ബാധിക്കും. അതുകൊണ്ട് അവിടെ യുദ്ധം ഉണ്ടായിട്ടില്ല. അവിടെയാണ് ഇല്ലുമിനാറ്റി വരുന്നത്. ഇല്ലുമിനാറ്റിയാണ് ഈ സ്വിസ് ബാങ്കുകൾ ഉൾപ്പെടുന്ന ലോകത്തെ സെൻട്രൽ ബാങ്ക്സ് മുഴുവൻ കൺട്രോൾ ചെയ്തിരുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ബാങ്കുകളിൽ ഒന്നായ ലംബാർഡ് ഓഡിയറിൽ 45 കോടി രൂപ NPTVയുടെ സിഇഒയുടെ അക്കൗണ്ടിലേക്ക് സിംഗിൾ വയർ ട്രാൻസ്ഫർ ചെയ്യാൻ അബ്രാം ഖുറേഷിക്ക് കഴിയും. കാരണം അയാളാണ് ഈ ഫണ്ടിങ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെവിൾ. സ്വയം ചെകുത്താനാണ് താനെന്ന് സ്റ്റീഫൻ പറയുന്നത്. ലൂസിഫർ സിനിമ ആദ്യമായി കാണുന്നവർക്ക് ഒരു മാസ് അപ്പീൽ നൽകുന്ന ഡയലോഗ് മാത്രമായിരിക്കും. എന്നാൽ വീണ്ടും കാണുന്നവർക്ക് ഇല്ലുമിനാറ്റി കണക്ഷനായിട്ട് കൂടി തോന്നിയേക്കാം. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ഡീൽ വിത്ത് ദ ഡെവിൾ എന്നതിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതുകൂടി ആകുമ്പോഴേ ആ സീൻ കംപ്ലീറ്റ് ആവൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഡീൽ വിത്ത് ദ ഡെവിൾ എന്നതൊരു ഫോസ്റ്റിയൻ ബാർഗെയിനാണ്. ഒരാൾ അയാളുടെ ധാർമ്മികതയും ആത്മാവും ത്യാഗം ചെയ്ത് സാത്താൻ്റെ സഹായത്തോടു കൂടി അധികാരവും സ്വത്തും ഉന്നതിയും നേടിയെടുക്കുക എന്നതാണ്. സിനിമയിൽ ആ ഡയലോഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് NPTVയുടെ സിഇഒയുടെയും ചീഫ് എഡിറ്ററിൻ്റെയും ആത്മാവ് ഇനി സ്റ്റീഫൻ്റേതാണെന്നാണ്. സിനിമയുടെ അവസാനം സ്റ്റീഫൻ ആരാണെന്ന് തിരിച്ചറിയുമ്പോൾ ആ ഡയലോഗിൻ്റെ ഡെപ്ത് മനസ്സിലാവും. NPTVയുടെ മുഴുവൻ കാര്യങ്ങളും ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത് സ്റ്റീഫൻ വഴിയായിരിക്കും. അല്ലെങ്കിൽ സ്റ്റീഫൻ നിയോഗിക്കുന്ന ആൾ വഴി. അതായത് പ്രിയദർശിനി രാംദാസ് പറയുന്നതായിരിക്കും ഇനി അങ്ങോട്ട് NPTVയുടെ എഡിറ്റോറിയൽ പോളിസി. ഇനി ഡെവിളുമായിട്ടുള്ള ഡീല് എവിടെയെങ്കിലും വെച്ച് ബ്രേക്ക് ആയാൽ എന്തു സംഭവിക്കും? ആളുടെ ജീവൻ നഷ്ടമാകും. ആത്മാവിനെ എന്നേക്കുമായി ഡെവിൾ സ്വന്തമാക്കും. ലൂസിഫറിൽ സ്റ്റീഫൻ നെടുമ്പള്ളി ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഗോവർദ്ധനാണ്. അതിൽ ഗോവർദ്ധൻ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒന്നിതാണ്, ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ വർക്കുകൾ അടങ്കലെടുത്ത് നടത്തിയിരുന്നു എന്നത്. അതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയി നോക്കാം. അഫ്ഗാനിസ്ഥാൻ അമേരിക്ക വാർ പ്രധാനമായും നടക്കുന്നത് 2001 മുതൽ 2011 വരെയുള്ള സമയങ്ങളിലാണ്. ശേഷം 2021 വരെ US കൺട്രോളിലായിരുന്നു അഫ്ഗാനിസ്ഥാൻ. ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് ഇറാഖ് വാർ നടക്കുന്നത്, 2003 മുതൽ 2011 വരെ. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഐസിസ് ജിഹാദിസ്റ്റിനെതിരെ പാകിസ്ഥാനിലും യമനിലും സൊമാലിയയിലും അമേരിക്ക യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം നടക്കുന്നതും റഷ്യ ചെച്നിയ യുദ്ധം, ലെബനൻ യുദ്ധം, ഇതെല്ലാം നടന്ന ഏതാണ്ട് ഇതേ കാലഘട്ടത്തിൻ്റെ ഇടയിലാണ്. എന്നിട്ട് എന്തുകൊണ്ട് ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും മാത്രം പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ വർക്കുകൾ അബ്രാം ഖുറേഷി ഏറ്റെടുത്ത് നടത്തി? കാരണം ഇതാണ്, ആ 2 രാജ്യങ്ങളിലും US നടത്തിയ യുദ്ധങ്ങൾ ആസൂത്രണം ചെയ്തത് ഇല്ലുമിനാറ്റി ആയിരുന്നു. ആ യുദ്ധങ്ങളുടെ ഫണ്ടിങ് അബ്രാം ഖുറേഷി വഴിയായിരുന്നു. പക്ഷേ ഇനി ഒന്ന് ശ്രദ്ധിക്കുക, ഈ രാജ്യങ്ങളുടെ എല്ലാം തന്നെ സാമ്പത്തിക വ്യവസ്ഥ യുദ്ധം തീർന്നതിന് ശേഷം ഒരു ഗ്ലോബൽ സെൻട്രൽ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. പോസ്റ്റ് വാർ ഫൈനാൻഷ്യൽ പോളിസീസ് എല്ലാം തന്നെ തീരുമാനിക്കുന്നത് ഇത്തരം സെൻട്രൽ ബാങ്കുകളാണ്. ഈ സെൻട്രൽ ബാങ്കുകൾ എല്ലാം തന്നെ ഇല്ലുമിനാറ്റിയുടെ കീഴിലാണ് വർക്ക് ചെയ്യുന്നത്. അത് പാരമ്പര്യമായി നടക്കുന്നതാണ്.
എന്തിന് ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും യുദ്ധങ്ങൾ ഇല്ലുമിനാറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി എന്ന് ചോദിച്ചാൽ കാരണം ഇതാണ്. ഇറാഖിലെ ഓയിൽ റിസോഴ്സസ്, അഫ്ഗാനിസ്ഥാനിലെ ട്രില്യൺ കണക്കിന് വരുന്ന മിനറൽ റിസോഴ്സസ് ഇതെല്ലാം കൈക്കലാക്കാനായിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നടത്തപ്പെട്ടത് അവിടെ നിന്നും താലിബാനെയും അൽ-ഖ്വയ്ദയും നശിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. എന്നാൽ 2021 അമേരിക്ക അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വിട്ടുപോകുമ്പോഴും അവിടെ താലിബാൻ തന്നെയാണ് കൺട്രോൾ ഏറ്റെടുത്തിരിക്കുന്നത്. അതായത് യുദ്ധം നടത്തിയ അമേരിക്കയ്ക്ക് താലിബാനെയും പൂർണ്ണമായി തീർക്കാൻ കഴിഞ്ഞില്ല. അമേരിക്കയുടെ ലക്ഷ്യം അതായിരുന്നെങ്കിൽ അവർ താലിബാനെയും അൽ-ഖ്വയ്ദയെയും പൂർണ്ണമായി നശിപ്പിക്കുന്നതുവരെ അവിടെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതായിരുന്നില്ല അവരുടെ ലക്ഷ്യം. അഫ്ഗാനിസ്ഥാനിലെ ട്രില്യൺ കണക്കിന് ഡോളർ വിലമതിപ്പുള്ള മിനറൽസ്, ഇറാഖിലെ 150ഓളം ബില്യൺ ബാരൽസ് വരുന്ന ഓയിൽ റിസർവ് ഇതെല്ലാം സ്വന്തമാക്കുക എന്നതായിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു രാജ്യത്ത് നിന്ന് അവിടുത്തെ റിസോഴ്സസ് കൈക്കലാക്കണമെങ്കിൽ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുക എന്നതും ഒഴിപ്പിച്ച സ്ഥലത്ത് പൂർണ്ണ അധികാരം കിട്ടുക എന്നതുമാണ്. യുദ്ധം നടത്തുക, തുടർന്ന് പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ വർക്കുകൾ ഏറ്റെടുക്കുക, ഇതാണ് അതിനുള്ള വഴി. ഇതാണ് അബ്രാം ഖുറേഷിയുടെ ഗ്യാങ് ചെയ്തിരുന്നത്. ഈ പറഞ്ഞതിൽ ഇല്ലുമിനാറ്റിയെ പ്രതിപാദിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ കോൺസ്പിരസി തിയറിയുടെ ഭാഗമാണ്. എന്നാൽ ഇറാഖിലോ അഫ്ഗാനിലോ അമേരിക്ക യുദ്ധം നടത്തിയതും ഇത്രയും കാലം നീണ്ടുനിന്ന യുദ്ധം ഉണ്ടായതും അവിടുത്തെ ഫൈനാൻഷ്യൽ കാര്യങ്ങളെല്ലാം യുദ്ധങ്ങൾക്ക് ശേഷം ഗ്ലോബൽ സെൻട്രൽ ബാങ്കിംഗ് സിസ്റ്റം ഏറ്റെടുത്തതും പ്രധാനമായും US-ൻ്റെ നേതൃത്വത്തിൽ പോസ്റ്റ് വാർ റീകൺസ്ട്രക്ഷൻ വർക്കുകൾ നടന്നതും US പിന്നീട് ഈ രാജ്യങ്ങളിൽ നിന്ന് വിട്ടുമാറിയതും തുടർന്ന് ചൈന ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതും എല്ലാം നടന്ന സംഭവങ്ങളാണ്. പിന്നീട് പറയുന്ന ദുബായ് മട്ടാഞ്ചേരി ഗോൾഡ് സ്മഗ്ലിംഗ്. അതിന് കാരണം എല്ലാവർക്കും അറിയാമായിരിക്കും. ദുബായിൽ ഗോൾഡിന് വിലക്കുറവുമാണ്, ടാക്സ് ഇല്ലാതെ ഗോൾഡ് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സ്മഗ്ലിങ്ങിന്റെ പ്രൈം സോഴ്സ് ദുബായ് ആവുന്നത്. ഗോൾഡ് ഇമ്പോർട്ട് ഡ്യൂട്ടി ഇന്ത്യയിൽ വളരെ കൂടുതലായതുകൊണ്ട് ഗോൾഡ് സ്മഗ്ലിങ്ങിന് ബ്ലാക്ക് മാർക്കറ്റ് ഉണ്ടാവുകയും ചെയ്യുന്നത്. സിനിമയിൽ IUF എന്ന പാർട്ടിയുടെ ഫണ്ടിങ് മണപ്പാട്ടിൽ ഗ്രൂപ്പ് ആണെന്ന് പറയുന്നുണ്ട്. അവരുടെ ബിസിനസ്സിലൊന്ന് ഗോൾഡാണ്. മണപ്പാട്ടിൽ ശാന്റയുടെ വളരെ അടുത്ത സുഹൃത്താണ് സ്റ്റീഫൻ എന്ന് ബോബി പറയുന്നുണ്ട്. ഇതെല്ലാം കൂട്ടി വായിച്ചാൽ ഗോൾഡ് സ്മഗ്ലിങ്ങിന്റെ കാര്യം വളരെ വ്യക്തമാണ്. ബോബി അബ്ദുള്ളായി സംസാരിക്കുമ്പോൾ പറയുന്നത് ഫിയോദോറിൻ്റെ പഞ്ചാബ്, മധ്യപ്രദേശ്, നോർത്ത് ഈസ്റ്റ്, ഗോവ എന്നിവിടങ്ങളിലെ മാനുഫാക്ചറിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഇത് ഏതെങ്കിലും ഇന്ത്യയിലെ 4 ഭാഗങ്ങൾ ചുമ്മാ പറഞ്ഞു വെക്കുന്നതല്ല. ഈ സ്ഥലങ്ങൾക്ക് ഇന്ത്യയിലെ ഇല്ലീഗൽ ഡ്രഗ് ബിസിനസ്സിൽ വലിയ പ്രാധാന്യമുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇല്ലീഗൽ ഡ്രഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ട്രാഫിക്കിംഗ് ഹബ്ബായിട്ട് ആക്ട് ചെയ്യുന്നതും ഗോൾഡൻ ക്രസൻറ്റ്, ഗോൾഡൻ ട്രയാങ്കിൾ എന്നിങ്ങനെ അറിയപ്പെടുന്ന 2 ലൊക്കേഷൻസ് ആണ്. ഇതിൽ ഗോൾഡൻ ക്രസൻറ്റ് എന്നത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇറാൻ എന്നീ രാജ്യങ്ങൾ ചേർന്ന് ഒപ്പിയം, ഹെറോയിൻ തുടങ്ങിയ ഡ്രഗ്സ് ഉണ്ടാക്കുകയും സൗത്ത് ഏഷ്യ, യൂറോപ്പ് അതിനപ്പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നതാണ്. ഇന്ത്യയിൽ ഗോൾഡൻ ക്രസൻറ്റുമായി ഏറ്റവും അടുത്തുള്ളത് പഞ്ചാബും ജമ്മു കാശ്മീരുമാണ്. അതിൽ തന്നെ പഞ്ചാബിലൂടെ ഇന്ത്യയിലേക്ക് ഇല്ലീഗൽ ഡ്രഗ്സ് കടത്തുന്നത് ജമ്മു കാശ്മീരെ അപേക്ഷിച്ച് താരതമ്യേന എളുപ്പമാണ്. അതുപോലെ ഗോൾഡൻ ട്രയാങ്കിൾ എന്നത് മ്യാൻമർ, തായ്ലൻഡ്, ലാവോസ് എന്നീ ലൊക്കേഷൻസ് ചേർന്ന് ഒപ്പിയം, ഹെറോയിൻ, മെത്തമെറ്റഫീൻ എന്നീ ഡ്രഗ്സിൻ്റെ പ്രധാന കേന്ദ്രങ്ങളാണ്. ഇന്ത്യയിലെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളാണ് ഗോൾഡൻ ട്രയാങ്കിളിൽ നിന്ന് സിന്തറ്റിക് ഡ്രഗ്സും മറ്റും ഇന്ത്യയിലേക്ക് എത്തിക്കുന്ന മറ്റൊരു എൻട്രി പോയിന്റ്. ഇന്ത്യയിൽ ലീഗലായി ഒപ്പിയം കൾട്ടിവേറ്റ് ചെയ്യുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. പലപ്പോഴും ഇല്ലീഗൽ മാർക്കറ്റ് വഴി സിന്തറ്റിക് ഡ്രഗ്സ് മധ്യപ്രദേശിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. ടൂറിസത്തിന് പേര് കേട്ട ഗോവ അവിടുത്തെ നൈറ്റ് ലൈഫ് പാർട്ടി കൾച്ചർ കാരണം നാർക്കോട്ടിക് ഡ്രഗ്സിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അത് ഡൊമസ്റ്റിക് ആവട്ടെ ഇന്റർനാഷണൽ ആവട്ടെ. ഈ കാരണങ്ങൾ കൊണ്ടെല്ലാമാണ് ഫിയോദോറിൻ്റെ ഡ്രഗ് മാനുഫാക്ചറിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഫെസിലിറ്റീസ് ഇവിടങ്ങളിൽ നിലനിൽക്കുന്നത്. ഇതാണ് മുരളി ഗോപിയുടെ എഴുത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അദ്ദേഹം എഴുതുന്ന ഒരു വരി ആയിരിക്കാം, പക്ഷേ അത് മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും അത്രയും അക്യുറേറ്റ് ആയ വിവരങ്ങളാണ് അതിന് പിന്നിലുള്ളതെന്ന്. PKRൻ്റെ ശവശരീരം നോക്കി നിൽക്കുന്ന സ്റ്റീഫൻ ആ സമയത്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അതിൽ നെടുമ്പള്ളി അച്ഛൻ്റെ മുൻപിലേക്ക് രാംദാസ് സ്റ്റീഫനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. നെടുമ്പള്ളി അച്ഛൻ സ്റ്റീഫനോട് പറയുന്നത് മോൻ അകത്തുപോയി മുട്ടുകുത്തിയൊന്ന് പ്രാർത്ഥിക്കൂ എന്നാണ്. എന്നാൽ അകത്ത് ചെന്ന് അൾത്താര നോക്കി നിൽക്കുന്ന സ്റ്റീഫൻ പ്രാർത്ഥിക്കുന്നുമില്ല, മുട്ടുകുത്തുന്നുമില്ല. അമ്മയുടെയും അച്ഛൻ്റെയും മരണവും തുടർന്ന് സമൂഹം തന്നോട് പെരുമാറിയതും എല്ലാം സ്റ്റീഫന്റെ മുൻപിൽ ദൈവത്തെക്കാളും ദൈവപുത്രന്റെ വഴികളെക്കാളും ഇരുട്ടിൻ്റെ വഴികളാണെന്ന് കാണിച്ചു തന്ന നിമിഷം. അതുപോലെയാണ് സിനിമയിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ക്യാരക്ടറിന്റെ വേഷം. വെള്ളയും വെള്ളയിൽ നിന്നും മാറി ബോബിയെ കൊല്ലാൻ പോകുമ്പോൾ കറുപ്പും വെള്ളയുമായിരുന്നു വേഷം. എന്നാൽ സിനിമ അവസാനിക്കുമ്പോൾ പൂർണ്ണമായും കറുപ്പിലേക്കുള്ള ട്രാൻസ്ഫർമേഷൻ. ചെകുത്താൻ വേദം ഓതുന്നത്. സിനിമയിലുടനീളം പലപ്പോഴും പള്ളിയിലെ രൂപത്തിൽ നോക്കുമ്പോഴും ചെറുപ്പത്തിൽ മുട്ടുകുത്താതെ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോഴുമെല്ലാം സ്റ്റീഫനെ കാണിക്കുന്നത് പ്രകാശത്തിൻ്റെ വിപരീതമായ ഇരുട്ടിൻ്റെ പ്രതീകമായിട്ടാണ്. അതായത് ദൈവപുത്രൻ്റെ സഹോദരനായ ചെകുത്താനായിട്ട് തന്നെ. ദൈവം ഇസ്രായേലിൻ്റെ ശത്രുക്കളോട് പറയുന്ന വേദവാക്യമായാണ് ഇസക്കിയേൽ 25:17 പഴയ ബൈബിളിൽ പറയുന്നത്.
എന്നാൽ ഇവിടെ തൻ്റെ സഹോദരനായ ദൈവം പറഞ്ഞ വാക്യങ്ങൾ ചെകുത്താൻ തൻ്റെ ശത്രുവിന് നേരെ പ്രയോഗിക്കുകയാണ്. ചെയ്യുന്ന കാര്യങ്ങൾ ന്യായീകരിക്കാൻ ചെകുത്താൻ പോലും ബൈബിൾ പറയുന്നു എന്ന ലിറ്ററേച്ചർ ലിബർട്ടി എഴുത്തുകാരനെടുത്തു എന്ന് പറയാം. ഇതങ്ങ് ഷേക്സ്പിയറിൻ്റെ മർച്ചൻ്റ് ഓഫ് വെനീസിൽ പറയുന്നതിൻ്റെ തുടർച്ചയാണെന്ന് കരുതിയാലും മതിയാകും. മർച്ചൻ്റ് ഓഫ് വെനീസിൽ പറയുന്നത് ദ ഡെവിൾ ക്യാൻ സൈറ്റ് സ്ക്രിപ്ചർ ഫോർ ഹിസ് പർപ്പസ് എന്നാണ്. അതായത് മോശം ആളുകൾ പോലും അവർ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കാൻ മതഗ്രന്ഥങ്ങളിലെ വാക്യങ്ങൾ ഉപയോഗിക്കുന്നു എന്നർത്ഥം. രണ്ടു രീതിയിൽ എട്ടുകാലിയെ സിംബലൈസ് ചെയ്ത് ലൂസിഫറിൽ കാണിക്കുന്നുണ്ട്. PKRൻ്റെ മരണശേഷം ബോബി മന്ത്രിമാരുമായി സംസാരിക്കുമ്പോൾ PKRൻ്റെ ഫോട്ടോയുടെ മുകളിലൂടെ ഒരു എട്ടുകാലി നടന്നു നീങ്ങുന്നുണ്ട്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വല നെയ്ത് അതിൽ വീഴ്ത്തി PKRനെ കൊന്ന ബോബി എട്ടുകാലിയെ പോലെയാണെന്ന് കാണിക്കുകയാണ് ഇവിടെ. പക്ഷേ ഈ എട്ടുകാലി നെയ്യുന്ന വലയ്ക്ക് അധികം ആയുസില്ല എന്നത് മറ്റൊരു സത്യം. അതുപോലെ തന്നെയാണ് ക്ലൈമാക്സിൽ മുംബൈ ചേരിയിൽ നടക്കുന്ന ഫൈറ്റ് സീൻ. അതിൽ സയ്യേദ് മസൂദിൻ്റെ ടീം സയ്യേദ് അടക്കം 9 പേരാണ്. ഒരു ഷോട്ടിൽ അവരെ കാണിക്കുന്നത് പോലും ഒരു സ്പൈഡറിനെ പോലെയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയ രീതിയിൽ വളരെ വേഗത്തിൽ കൊല്ലുക എന്ന ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്ന ടീം, ആ സ്പൈഡർ ടീം ചെയ്യുന്നതും അത് തന്നെയാണ്. എമ്പുരാൻ്റെ ടൈറ്റിലിൽ തുടങ്ങി പോസ്റ്ററുകളിലും ടീസറുകളിലും ട്രെയിലറുകളിലുമായി ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ട്. വരും ദിവസങ്ങളിൽ അതും പങ്കുവയ്ക്കാം. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റായി ചേർക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.